നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമ്മളെ ചെറുക്കന്മാർക്കൊക്കെ പൊട്ടിച്ച് കൊടുക്കിട്ടോ. നമ്മളെ ചെറുക്ക ഈ മൈക്ര ഇത് നമുക്ക് എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര മോഡൽ? എത്ര? 2011. നല്ല പവർ വിൻഡോ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവർ നല്ല വൃത്തിയുള്ള സീറ്റ് പിന്നെ മ്യൂസിക് സിസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് കയറിയ വണ്ടികളാണ്. ആരായാലും ആ കാലത്ത് കളിപ്പിച്ച് നല്ലൊരു വണ്ടി അല്ലേ? മാരുതി 2003 സാധനം മക്കളെ അലോയും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങള്. അത് സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഓഗസ്റ്റ് 31 നമ്മളെ കാർട്ടന്റിലെ പുതിയ സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ചില്ലറക്കായിക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം, ലേക്കാക്കണില്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ വീണ്ടും കാർട്ടൺ ഗാരേജിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുതിയ സ്റ്റോക്ക് 29 വണ്ടികളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് സുഹൃത്തുക്കളെ. ഏകദേശം നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ സാധിക്ക എത്ര വണ്ടികളാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ നമുക്ക് സോൾട്ട് ആയത്? നമുക്ക് ഒരുപാട് പഴയ വണ്ടി ഒരുപാട് പോയിട്ടുണ്ട്. പുതിയ സ്റ്റോക്കാണ് നമുക്ക് ഒരുപാട് കേറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമ്മൾ ഏകദേശം ഒരു കണക്കില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു കച്ചവടം നടന്നിരിക്കണേ അല്ലേ? നമുക്കൊക്കെ പുതിയ സ്റ്റോക്കാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത്. 29 സ്റ്റോക്കുകൾ നമുക്കിപ്പോ നിലവിൽ നമുക്കുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കിളിക്കുട്ടിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ആരായാലും ആ കാലത്ത് കളിപ്പിച്ച് നല്ലൊരു വണ്ടി തന്നെ അല്ലേ? മാരുതി 2003 സാധനം മക്കളെ അലോയും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങള്. നല്ല വണ്ടി ഉൾഭാഗം കാണിച്ചു 2003 വണ്ടിയാണ്. നോക്കിയോളൂ, ഇത് എത്ര മോഡല്? 2003. 2003 വണ്ടി. ഇത് എത്രാമത്തെ ഓണർഷിപ്പാ? ഇതിപ്പോ ഓണർഷിപ്പ് നിലവില് 3-4 ആണ്. വിളിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമ്മളെ ചെറുക്കന്മാർക്കൊക്കെ പൊട്ടിച്ച് കൊടുക്കിട്ടോ. നമ്മളെ ചെറുക്കന്മാർക്ക് 64 രൂപയാണ്. 64 രൂപ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയിലുണ്ട്. കൊണ്ടുവരുന്ന ആളെന്നെ ഒരാൾ കൊണ്ടുവരുന്നതാണ്. അടിപൊളി വണ്ടി തന്നെയാണ്. കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിടിലോസ്റ്റ് വണ്ടി മക്കളെ. അപ്പൊ 64 രൂപ അല്ലേ? 64 രൂപ നമ്മൾ ചോദിക്കണം. എന്തെങ്കിലും ഓണത്തിന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചു കൊടുക്കാല്ലേ? അടുത്തത് 2011 മുതൽ ഈ മൈക്ര ഇത് നമുക്ക് എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര മോഡൽ? എത്ര? 2011. 2011 മോഡല്. 11 മോഡല്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. സീറ്റ് കവർ അലൈവില് ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ലോണ് കയറോ? ലോൺ കയറേ കയറോ. ഇത് എത്ര രൂപ ചോദിക്കണേ? ഹൈലൈറ്റ് എന്ന് പറയാൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി, ഈ വണ്ടിയാണ്, മതം മാറിയതല്ല. ഇത് എത്ര രൂപയൊക്കെ കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,10,000 രൂപയാണ്. 2,10,000. നമുക്ക് ലോൺ എത്ര രൂപയ്ക്ക് കയറും? ലോൺ നമുക്ക് എന്തായാലും 1 ലക്ഷം എന്തായാലും കയറും. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൈക്ക് കരുതണോ? ഡൗൺ പേയ്മെന്റ് നമുക്ക് ₹1 അടുത്ത് കരുതാം. ഈ വണ്ടി കരുതണ്ടേ അല്ലേ? എന്നാലും കളറും കാര്യങ്ങളൊക്കെ ആർക്കായാലും അടിപൊളി വണ്ടിയാണ്. സീന് വണ്ടി. ഓക്കെ, അടുത്ത പോയേക്കാം. അടുത്ത വന്നിട്ട് ഹ്യുണ്ടായി i10 ആണല്ലേ? 2008 മോഡൽ i10 ആണ്. നമ്മൾ ചോദിക്കണേ 1,05,000 രൂപയാണ്. ഇത് ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ ഇപ്പൊ 4ാമത്താണ്. അത് പെട്രോളാ? ഇത് ഡീസൽ. സോറി ഗൈസ്, നമ്മൾ മറ്റേ പെട്രോള്. ഓക്കെ, ഇത് 11. എത്ര മോഡൽ? 8 മോഡൽ. 2008 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പാ? നിലവിൽ ഇപ്പൊ 4ാമത്താണ്. 4ാമത്തെ ഓണർഷിപ്പ്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ നിലവില് എത്ര ഓട്ടോ ഓടിക്കണേ? നിലവിൽ ഇപ്പൊ വണ്ടി ഓടി 86,000 കിലോമീറ്റർ ഓടി. കാര്യങ്ങളൊക്കെ വൃത്തിന്റെ വണ്ടി. നല്ല പവർ വിൻഡോ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവർ നല്ല വൃത്തിയുള്ള സീറ്റ് പിന്നെ മ്യൂസിക് സിസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് കയറിയ വണ്ടികളാണ്. അടിപൊളി മാറ്റും കാര്യങ്ങളൊക്കെ. അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ പറ്റൂല. ഓക്കെ, നല്ല ഭംഗിയുള്ളത് അടിപൊളി തന്നെയാണ്. അടിപൊളി വണ്ടി. നമ്മൾ ചോദിക്കുന്ന 1,05,000 രൂപ. 1,05,000 രൂപ നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. കുറച്ച് കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. 99 കൊടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വന്ന് നിൽക്കുമ്പോ 1 ലക്ഷം രൂപയ്ക്ക് നമ്മളെ വീഡിയോ ഓഫറിൽ നിങ്ങൾക്ക് തരാം. ഇനി അതിലെന്തെങ്കിലും കുറച്ച് തരാൻ കഴിയൂല, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മുട്ടിച്ച് കൊടുക്കാം. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓൺ ഓഫറിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 99. അതാ 99 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വരുമ്പോ ഞാൻ അടിപൊളി വണ്ടി പറയണ്ടെന്നാലേ 2014 മോഡലാണ്. 2014 മോഡൽ. 14 ഈ ഗ്രേ കളറാണ് ഭയങ്കര ഹൈലൈറ്റ്. ഈ കളർ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കളറല്ല. നമുക്ക് യാറിൽ വന്നപ്പോ തന്നെ നീങ്ങുന്ന കളറാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മക്കളെ നല്ല അടിപൊളി കിടിലൻ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 80% ടയറും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ, ഉള്ളു കാണിച്ചുതരാം. പിന്നെ നമ്മൾ ഇന്നലെ വണ്ടി കയറി സ്റ്റോക്ക് കയറിയത് നമ്മൾ വർക്കൊന്നും എടുത്തിട്ടില്ല. പോളിഷും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല.
ഞാൻ അതൊക്കെ എടുത്തിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇപ്പൊ നമുക്ക് ഈ വണ്ടി വൃത്തിയാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ 1.99 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇത് ലോൺ ഡൗൺ പേയ്മെന്റ് എത്ര കയറ്റണം? ലോണൊക്കെ എത്ര? ഇത് നമുക്ക് ലോൺ എന്തായാലും ഒരു ഫുൾ ലോണിന്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ ഡൗൺ പേയ്മെന്റ് ചെറുതെന്തെങ്കിലും കയറ്റിയാൽ മതി. ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ കഴിയും. ചില്ലറ കൈക്ക് കയറ്റിയാൽ മതി. നല്ല വണ്ടിയാണ്. അപ്പൊ ചില്ലറ കൈക്ക് നല്ല കിടനൻ അലോയ് കുട്ടി അറിയാലേ? ഇപ്പൊ നിലവിൽ ഒരു സെക്കൻഡ് ഓണർ ആണ്. പിന്നെ കിലോമീറ്റർ ഓടിയത് 96,000 കിലോമീറ്റർ ആണ്. നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പൊ ഓൺ ഓഫറിൽ അലോയ് കുട്ടിനെ പൊട്ടിച്ച് കൊടുക്കാൻ പറയാൻ വിട്ടുപോയി. ഇതിന് ചെറിയ ഫ്രണ്ട് തട്ടുണ്ട് കേട്ടോ ഈ വണ്ടി. നമ്മൾ ജെന്യൂൻ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ട് ആരും ഒന്നും ചാമ്പിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മളുള്ള മാതിരി നമ്മൾ പറഞ്ഞത് ചെറിയ തട്ടുണ്ട്. നമുക്ക് കസ്റ്റമർ വിളിക്കും പറഞ്ഞു. ആയിക്കോട്ടെ. പിന്നെ വരുമ്പോ നല്ല അടിപൊളി 15 മോഡൽ ഷിഫ്റ്റ് വീഡിയോയാണ്. ഡീസൽ വണ്ടി. ഇതിന്റെ ഉള്ളൊക്കെ അടിപൊളിയാണല്ലോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി ഇപ്പൊ നിലവിൽ ഓടിയത് 1,05,000 കിലോമീറ്റർ ആണ്. അല്ല 1,53,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയത്. 1,53 അടുത്ത്. പിന്നെ ഓൺഷിപ്പ് ഉള്ളത് തേർഡ് ഓൺഷിപ്പ് ഉള്ളത്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി. നല്ല ഭംഗിയുള്ള ഒരു വണ്ടി. പവർ വിൻഡോ വരും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, AC ഉണ്ടാവും, ഉണ്ട്. എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണിപ്പോ 4,10,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. കസ്റ്റമറിനെ നോക്കിട്ടേ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കരുതണം? നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ ഇവർക്ക് എന്താ ബാങ്കിൽ കയറാത്ത? ഇനിയിപ്പോ എങ്ങനെ ബാങ്ക് ആയിട്ട് സെർട്ട് ആയിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, ഇതൊക്കെ ബാങ്ക് ലോണിൽ നമുക്ക് ഫുൾ ആയിട്ട് കയറും. അല്ല, അല്ലാത്തവർക്ക്, അതായത് ഇപ്പൊ കുറെ പേർക്ക് പ്രൊഫൈല് പൊട്ടി കിടക്കണൊക്കെ നമുക്ക് സേർട്ട് വഴി ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചാൽ വിളിച്ചാൽ മതി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ ഇപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ ഫോർച്യൂണർ അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. അതുണ്ടെങ്കിൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കൂലേ? നമുക്ക് ആവശ്യപ്പെടുന്ന വണ്ടി നമ്മുടെ അടുത്തുള്ള വണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പുറത്ത് വണ്ടി പറയുമ്പോ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതെ, നമ്മളെ വണ്ടിയായിട്ട് പറയുമ്പോൾ കുറച്ച് റേറ്റ് പാകണ്ടാവും. ഇനിയിപ്പോ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചോട്ടെ, നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. അപ്പൊ അടുത്ത വന്നിട്ട് മുന്തിരി സാൻഡ്രോ അല്ലെ? മുന്തിരില്ല, റെഡ് കളർ സാൻഡ്രോ. 2009 ആണ്. ഇതിന്റെ ഹൈലൈറ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 2009 സിംഗിൾ ഓൺഷിപ്പിൽ നല്ല അടിപൊളി സാൻഡ്രോ. ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. 1,26,000 കിലോമീറ്റർ നമ്മുടെ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ഉള്ളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ സാലികത്തിന്റെ അടിപൊളിയാണ്. നല്ല സീറ്റ് കവർ അതേപോലെ കാര്യങ്ങളൊക്കെ കിടലാണ്. എടുത്ത് ഓടിയാൽ മതി. പോർച്ചുഗൽ ഇട്ടാണ്ട് എടുത്ത് ഓടിയാൽ മതി. നല്ല മുന്തിരി സാൻഡ്രോ. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 1,30,000 രൂപയാണ്. 1,30,000 രൂപ. നമുക്ക് ചെറുതായിട്ട് കുറച്ച് വണ്ടി നമുക്ക് കൊടുക്കല്ലേ? 1,30,000 രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് വെറുത്ത് സാധനമാണ് മക്കളെ. കൊടുത്ത കൈക്ക് മുതലാണ് കേട്ടോ. ഇത് നമുക്ക് ലോൺ കയറോ? എന്താണ് ഇപ്പൊ അവസ്ഥ? ഇല്ല, ഇത് നിലവിൽ ഇപ്പൊ ലോൺ ഇല്ല. നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാം. റെഡി ക്യാഷിന് 1.5 കൊടുക്കാം. അടുത്ത് വരുന്ന നമുക്ക് 2000 അടുത്തത് വന്നിട്ട് 12 മോഡൽ ബ്രിയോ ആണ്. അത് നമുക്ക് നിലവിൽ ഇപ്പൊ വരുന്നത് പെട്രോളാണ്. ഇപ്പൊ വണ്ടി വരുന്നത് 65,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടി, ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് വൃത്തി, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പോർട്ടർ പവർ വിൻഡോ ഉണ്ട്, പിന്നെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ നോർമലായിട്ട് വരുന്ന ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,00,000 രൂപ. നമുക്ക് ഒരു ഫുൾ ഓൺ ആയിട്ട് ചെയ്ത് കൊടുക്കുക. വണ്ടിക്ക് ഫുൾ ഓൺ ആയിട്ടാണ് പ്രിയ ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാണ്, നല്ല ഭംഗിയുള്ള വണ്ടി. ഫുൾ ഓൺ പ്രിയോ 2012 പെട്രോൾ വണ്ടി. 5ാമത്തെ ഓണർഷിപ്പ് ആണല്ലേ? നിലവിൽ 5ാമത്തെ ഓണർഷിപ്പാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓഫറായിട്ട് നമുക്ക് പ്രൈസ് കൊടുക്കാം. ഓണർഷിപ്പ് കൂടുതലായതുകൊണ്ട്. അപ്പൊ അടുത്ത വന്നിട്ട് 2015. അടുത്ത് നമുക്ക് വരുന്നത് 2015 പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പില് 1,10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോ നല്ല അടിപൊളി വാഗണറാണല്ലോ. 2015 മോഡൽ നമ്മളെ വാഗണർ നിലവിൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 1,26,000 നമ്മൾ വണ്ടി ഓടിയിട്ടുള്ള നിലവില്. അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ്. അടിപൊളി വണ്ടി. VX ആണ് ഇപ്പൊ നിലവിൽ വരുന്നത്. ഫോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്. നല്ല നീറ്റുള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? ഒരാളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നല്ല വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ചോദിക്കണേ 3,30,000 രൂപ. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. കുറച്ച് കൊടുക്കാം. നമുക്ക് ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഫുൾ ഓൺ ആയിട്ട് നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ വരുമ്പോഴും അതേ അറ്റക്കുട്ടി ഇറങ്ങി വരുന്ന സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് നിലവിൽ വരുന്നത്. 2018 മോഡൽ പെട്രോൾ ആണ്. 1,31,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ വൃത്തി വണ്ടിയാണ്. ഉൾഭാഗം നല്ല ഭംഗിയുണ്ട്. ന്യൂ മോഡലായിട്ട് സ്റ്റൈലുണ്ട് വണ്ടി കാണാൻ തന്നെ.
അപ്പൊ നിലവിൽ ഇപ്പൊ സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത്. രണ്ട് വണ്ടി സിംഗിൾ ഓണർ കേട്ടോ, 15ഉം ഈ 18. ഇതെന്താ പറയാ, ഈ രണ്ട് വണ്ടി എടുക്കണവർക്ക് എന്താ വെച്ചാല് ഈ രണ്ട് വണ്ടി അല്ല മൊത്തം ഇതെന്താ വെച്ചാല് റണ്ണിങ് കണ്ടീഷൻ അടിപൊളി, അടിപൊളി വണ്ടിയാണ്. ഒക്കെ എല്ലാം അടിപൊളി തന്നെയാണ്. ഇതെന്താ ഒന്നും പാടെ എടുത്ത് കാണിക്കുന്നത് വാഗണറിൽ കേട്ടോ. വാഗണറിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വാഗണറിലായിട്ട് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഫുൾ കണ്ടീഷൻ അടിപൊളി വണ്ടിയാണ്. വാഗണറിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ഇന്റീരിയറും കാര്യങ്ങളും സീറ്റ് കവറും ഒക്കെ കിടില വണ്ടി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നല്ല എന്താ വെച്ചാല് എടുക്കണവർക്കൊക്കെ ഇതാ വെള്ള കളറുള്ളവർക്ക്. ഇനിയിപ്പോ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുന്തിരിക്കാറുണ്ട്. അടുത്ത പാർട്ടിയിൽ അടുത്ത പാർട്ടിയിൽ കാണിച്ചെടുക്കാം. അടിപൊളി വണ്ടിയാണ്. അടുത്ത പാർട്ടി നമുക്ക് ഇൻഷാല്ല നമുക്ക് ബുധനാഴ്ച ഇറങ്ങും. ഇൻഷാല്ല നമുക്ക് അടുത്ത പാർട്ടിയിൽ ബുധനാഴ്ച നമുക്ക് ചെയ്യാം. നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഒക്കെപ്പാടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതെ കരുതിയിട്ടാണ് നമ്മൾ അത്രയും പോകണേ. പ്രേക്ഷകർക്ക് എന്താ വെച്ചാല് നമ്മളെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ട വീഡിയോയിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല വണ്ടി പോയിട്ട് നല്ല എൻക്വയറി ഉണ്ട്. നമ്മളെ യാർഡിൽ ഇതിലേറെ വണ്ടിയാണ്. ഇപ്പൊ യാർഡ് കാലി ആയിട്ടാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മൾ യാർഡ് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. പിന്നെ എന്താ പറയാ, നല്ല നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് നല്ല സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന്. അതെ അല്ലേ? അപ്പൊ ഇവർക്ക് വരുമ്പോൾ നമ്മളിപ്പോ ഇതിന്റെ വില പറഞ്ഞില്ലല്ലേ? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 3,75,000 3,70,000 എന്തെങ്കിലും ഫുള്ളോ കയറ്റി കൊടുക്കാൻ കഴിയും. ഫുള്ളോ ഈ വണ്ടിയും കയറും. ഈ 2018 വാഗണർ ഫുള്ളോം കയറും, 2015 ഫുള്ളോൺ കയറും. നമ്മൾ ഇതിൽ കാണിച്ചിപ്പോ മുമ്പ് കാണിച്ചുള്ള വണ്ടിയിലേക്ക് ഫുള്ളോം കയറും. കേറാത്ത 1-2 വണ്ടികളുള്ളൂ. അത് നമുക്ക് കസ്റ്റമർ പറഞ്ഞെടുക്കാം. അപ്പൊ ഞങ്ങൾക്ക് വിളിച്ചിരുന്നു. കഴിഞ്ഞ കൂറി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒമ്നി മാത്രമേ കയറാത്ത പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമന്റ് അങ്ങനെ കുറെ കമന്റ് കിട്ടുമോ. അതൊക്കെ എന്താ വെച്ചാൽ 1,00,000 താഴെയുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമുക്ക് വിളിച്ച് സെറ്റ് ആക്കാനും. ഓക്കെ. അപ്പൊ ഇവർക്ക് വരുമ്പോൾ കരിമ്പുലി, ചീറ്റപ്പുളി, പുല്ലിപ്പുളി 2009 മോഡലാണ്. ഡീസലാണ്. 29 വരെ പേപ്പറുള്ള VDI വണ്ടിയാണ്. അതെ, നല്ല ഡ്രംസ് വീലൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ്. 4 ഡോർ പവറിന്റെ നല്ല ഭംഗിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്. 18 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ എടുക്കുന്നവർക്ക് മുതലാണ്. എടുക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളി. നിലവിൽ നമ്മളെ വണ്ടി ഓടിക്കുന്ന 1,42,000 കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് നിലവിൽ സെക്കൻഡ് ഉള്ളത്. സെക്കൻഡ് അല്ലേ? ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം 2,10 ചോദിച്ചിരുന്നു. നമ്മളെ പഴയ സ്റ്റോക്കുള്ള വണ്ടിയാണ്. ഇപ്പൊ നമുക്കൊരു 1,90, 1,85 കിട്ടിയാൽ ലാസ്റ്റ് കൊടുക്കാം. 1,85 നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഓൺ ഓഫർ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. നല്ല കാര്യം നമ്മളെല്ലാരും അന്വേഷിക്കണം, എല്ലാവരും തേടുന്ന ഒരു വണ്ടിയാണ്. അതെ, ലിവ 2016. എവിടെ പോയാലും ലിവ ഉണ്ടോ? ഈ ലിവന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഈ ലിവന്റെ പ്രത്യേകത പറഞ്ഞാലും വളരെ ചീപ്പാണ് മെയിൻ്റെനൻസ് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ മൈലേജും. അതെ, ഈ 2 കാരണത്തിനാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഈ വണ്ടി ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്. ലിവ ഉണ്ടോ. അപ്പൊ നമ്മള് ലീവ് വരുന്നത് ഇപ്പൊ കേരള വണ്ടിയല്ല, അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അപ്പൊ റീവണ്ടിയാണ് അല്ലെ? രജിസ്ട്രേഷൻ വാഹനമാണ്. നിലവിൽ നമ്മളെ വണ്ടി 95 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ നിലവിലുള്ള ഓൺഷിപ്പും പറയാനാണെങ്കിൽ 3 ഓൺഷിപ്പ് നമ്മളെ വണ്ടി നിലവിലുള്ളത്. അപ്പൊ നമുക്ക് ഈ വണ്ടിക്ക് ചോദിക്കണ വില പറഞ്ഞാലേ 3,75,000 നമ്മൾ ചോദിച്ചിരുന്നു. ഈ ഒരു ഓൺ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം 3,55 ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. എത്ര കൊടുക്കാം? 3,55 ഓണം ഞായറാഴ്ച ഓഫർ ഈ ഓണത്തിന് നമുക്ക് കൊടുക്കാം. ഓണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി ഓഫർ തിരുവോണം വരാം. ഫ്യൂല് പറയാൻ മറന്നു. ഡീസൽ അല്ല, പെട്രോൾ ആണ്. ഫ്യൂലും കൂടി നമ്മൾ പറയണല്ലോ. ഓക്കെ. അധികം കസ്റ്റമർ തരുന്ന ഓട്ടം കൂടുതലുള്ളവർക്ക് ഡീസലാണ് എപ്പോഴും ബെനിഫിറ്റ് ഉള്ളൂ. ഓട്ടം കുറവുള്ളവർക്ക് എപ്പോഴും ബെനിഫിറ്റ് പെട്രോൾ തന്നെ ഉള്ളൂ. അത് ഞാൻ ഓട്ടം കുറവുള്ളവർക്ക് എപ്പോഴും ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യല്. അധികം പെട്രോൾ വണ്ടി എടുത്തോളൂ. അധികം വർക്കൊന്നും വരില്ല. ഇനിയിപ്പോ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച വണ്ടി പെട്രോളിന് മൈലേജ് കമ്മിയായിട്ടാണ് എടുക്കാത്ത ആൾക്കാര്. അല്ലല്ല, അത് ലിവിയിൽ അങ്ങനെ ആരും നോക്കലില്ല. ചില വണ്ടിയിലൊക്കെ ആൾക്കാർ നോക്കും പെട്രോൾ മൈലേജ് ഉണ്ടോ ഇല്ലൊക്കെ ചോദിക്കും. ലിവിയിൽ അങ്ങനെ ആരും ചോദിക്കില്ല. ലിവ പെട്രോൾ ആണെങ്കിൽ വണ്ടി പോകാറുണ്ട്, നിക്കലില്ല, വണ്ടി പോകാറുണ്ട്. അപ്പൊ മൈലേജിൽ ഇപ്പൊ രണ്ടും അപ്പൊ ഡീസലാണ് കൂടുതൽ മൈലേജ്. ഡീസൽ മൈലേജ് നമുക്ക് കൂടുതലാണ്. എല്ലാവർക്കും സംശയങ്ങളാണ് ഞാൻ കമന്റ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. നമ്മൾ മെയിൻ നോക്കേണ്ടത് നമ്മളെ ഓട്ടാണ്. മൈലേജിന്റെ കൂടെ മൈലേജ് നോക്കണം, ഓട്ടം നോക്കണം. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി നോക്കാം. അടുത്ത ഒരു സെഡാൻ SS4 SS4 2011 മോഡലാണ്. നിലവിലുള്ള 4ാമത്തെ ഓണർഷിപ്പാണ്. നമ്മള് വണ്ടി ഓടിയിട്ടുള്ളത് 1,34,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സീറ്റ് കവർ ആയാലും ഉള്ള ഇന്ത്യയിലായാലും നല്ല ഭംഗി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതെന്താ വെച്ചാല് റോഡിലധികം കാണില്ല. നല്ല അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. മൈലേജിലും കാര്യത്തിലൊക്കെ അടിപൊളി. എഞ്ചിൻ തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ല.
മോഡലല്ല. നമ്മൾ ഷിഫ്റ്റ് ഡിസൈറിന്റെ അതേ വണ്ടി തന്നെയാണ്, ബോഡി ഷേപ്പ് മാത്രമേ മാറ്റുള്ളൂ ഈ വണ്ടിക്ക് വരുന്നത്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഓൺ ഓഫറില്? ഇത് നമുക്ക് 1.99 പുതിയ ഇൻഷൂർ എടുത്തിട്ട് ഓൺ ഓഫറിൽ നമുക്ക് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ പേപ്പറിലെല്ലാം നൈസാക്കി നമുക്ക് കൊടുക്കല്ലേ? പുതിയ പേപ്പറല്ല, പുതിയ ഇൻഷൂർ എടുത്തിട്ട് നമുക്ക് വണ്ടി. ഇതൊക്കെ ലോണൊക്കെ എങ്ങനെയൊക്കെ വരിക? ഇത് നമുക്ക് ലോണൊരു 1.5 ലക്ഷത്തിന് ലോൺ ചെയ്യാം. നമുക്ക് ഡൗൺ പേയ്മെന്റ് കഴിക്കാൻ എത്ര കഴിയണം? 49 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വണ്ടി ഇറക്കി കൊടുക്കാം. 49 ഉണ്ടെങ്കിൽ 4 ടയർ 100% ക്വാളിറ്റി വരുന്നുണ്ട്. അതെ, ടയർ ഭാഗം 92.88% ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി ടയറാണ്, നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് പാർട്ട് 2 ചെയ്യാലേ? അതെ, നമുക്ക് ഇത്ര ലേഖല്ലേ അത്രയും ഇനി അവിടെ കേൾക്കണ 10-22 വണ്ടികളെ നമുക്ക് ഇനി ചെയ്യാനാണ്. നമുക്ക് അടുത്ത് ഒരു വീഡിയോ ചെയ്യാം. ലൊക്കേഷൻ പറഞ്ഞെടുത്താലോ? ലൊക്കേഷൻ പറഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചി റൂട്ടില് പാണായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാണായില് നേര പെട്രോൾ ഉണ്ട്, ഷോപ്പ് വരുന്നത് നിലവില്. അപ്പൊ ആവശ്യക്കാർ വന്നോളി, നോക്കിക്കോളി, കൊണ്ടേക്കോളി. പിന്നെ നമുക്ക് എന്ത് സൗകര്യം ചെയ്യാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിലോ ഇഷ്ടപ്പെട്ട എവിടെ വേണമെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്ത് തരും. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. എങ്ങോട്ട് വേണമെങ്കിലും വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും വരും, ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും. നമുക്ക് അടുത്ത അപ്പൊ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 12 വണ്ടികളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10-19 വണ്ടികളെ എന്തായാലും ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അപ്പൊ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്തുതരാം. നമ്മൾ കൃത്യം ബുധനാഴ്ച നമ്മളെ വീഡിയോ ഇറങ്ങും. ഇത് പുതിയ സ്റ്റോക്ക് വണ്ടികളാണ്. അപ്പൊ 2-3 ഇപ്പൊക്കെ പോകാത്തുള്ളൂ. ബാക്കി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഫുള്ള് പോയതാണ് മക്കളെ. മാഷാഅല്ലാഹ്, നമുക്ക് ഉഷാറായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകണം. നിങ്ങൾ നമ്മളെല്ലാവരും കൂടെ വേണം. അപ്പോൾ നമ്മളെ കാർട്ടനിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ആവശ്യക്കാർക്ക്, ഫാമിലീസ്, ചങ്ങായിമാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുത്തോളി. അപ്പൊ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, സീ യു, ബൈ ബൈ.